ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിട്ട് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സൂപ്പറായിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. ക്ഷീണമുണ്ട് എല്ലാവർക്കും. ഇനി ഒരു ദിവസമൊക്കെ കഴിയണം. ജെറ്റ് ലാഗും പിന്നെ ഇവർക്ക് കാലാവസ്ഥ ചേഞ്ച് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉറക്കമൊക്കെ നന്നായിട്ട് ഉറങ്ങില്ലേ? ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞു അല്ലേ? 9:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ കഴിച്ചത്? ബ്രെഡ് കഴിച്ചു കേട്ടോ. രാവിലെ എന്നും ഇഡ്ഡലിയും അപ്പവും പുട്ടും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പൊ ചെറുതിന് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാട്ടോ. ഇളയ ആൾക്ക് മെൽഡോണ്, അവന് എന്തെങ്കിലും അങ്ങനത്തെ ഭക്ഷണം വേണം. ഇന്ന് ഞങ്ങൾ ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നാളെ മുതൽ അമ്മയ്ക്ക് ലീവുള്ള ദിവസം നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലേ? അല്ലാത്തപ്പോൾ നമ്മൾ ബ്രെഡിൽ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലേറ്റ് ആയിട്ട് പറയാം കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങൾ എല്ലാം അങ്ങനെ കിടക്കുകയാണ്. കുറച്ച് ഞങ്ങളെടുത്ത് അത്യാവശ്യം എന്താ പറയുക നാശമാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഇനി പെട്ടി പൊട്ടിച്ച് എല്ലാം റെഡിയാക്കി അടുക്കി വെക്കണം. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ആഴ്ചയിൽ പോയിട്ട് കറക്റ്റ് 2 ആഴ്ചയായിരുന്നു നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട് വൃത്തിയാക്കിയിട്ടത് പോയത്. എന്നാലും ഒന്ന് വീടൊക്കെ ഇന്ന് വൃത്തിയാക്കണം. പിന്നെ കുക്ക് ചെയ്ത് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഇനി ഓർഡറായി വരണം. ഇത്രയും നാൾ ഞാൻ തന്നെ ആയിരുന്നുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ ഇവരുടെ ഉള്ളതുകൊണ്ട് എൻ്റെ റൊട്ടീനും എൻ്റെ ഇതും കാര്യങ്ങളും എല്ലാം മാറ്റണം. 5-6 വർഷമായിട്ട് ഞാൻ തന്നെ താമസിച്ചിട്ട് ആണ് ഇപ്പോൾ ഇവർ വീണ്ടും ജോയിൻ ചെയ്തത്, ഞങ്ങൾ ഒരുമിച്ചായത്. അപ്പം അതുകൊണ്ട് ഇനി പഴയ പോലെ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി ഇവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇപ്പം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഹസ്ബൻഡ് ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ നോക്കണം, ഡ്യൂട്ടിക്ക് പോകണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും റൊട്ടീനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. കുറച്ചും കൂടെ ഇൻഡിപെൻഡൻ്റ് ആകണം എല്ലാവരും. എനിക്ക് നിങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം അല്ലേ? ഹെൽപ്പ് ചെയ്യില്ല നോക്കൂ. കാൽവേദനക്ക് ഇപ്പം മാറും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് റാത്ത് ഹൗസിലോട്ടാണ്. റാത്ത് ഹൗസിൽ നമ്മൾ മെൽഡിൻ ചെയ്യാൻ പോവാണ്. മിലന് അവന് ഓൾറെഡി വന്നതുകൊണ്ട് അന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പോയിട്ട് രണ്ടാമത്തെ ആളെ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. എന്നാലേ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. ഇവിടെ ഫസ്റ്റ് വന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് രജിസ്റ്റർ ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ റെക്കോർഡിങ്ങിൽ നമ്മളിവിടെ എൻ്റർ ആവുകയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ആവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം ഹെൽത്ത് ഇൻഷുറൻസ്, ബാക്കി എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ഫാമിലി കൊണ്ടുവരുമ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തിട്ട്. ഇവിടെ 12:30 വരെയുള്ളൂ റാത്ത് ഹൗസ്. പിന്നെ ഇനി വരാൻ പോകുന്നത് ഈസ്റ്ററിൻ്റെ ഒക്കെ ഹോളിഡേയ്സ് അല്ലേ, അതുകൊണ്ട് എല്ലാ ദിവസമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്നുണ്ട്. നമ്മൾ പോയി, നമുക്ക് തൊട്ടടുത്താണ്, 2 മിനിറ്റേ ഉള്ളൂ നടക്കാനായിട്ട്. പോയി രജിസ്റ്റർ ചെയ്തിട്ട് ഓടി വരാം. ഓക്കെ മെൽഡൻ ജയിക്കാൻ വേണ്ടി കൊണ്ടുപോവുക. മെൽഡൻ ചെയ്തിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് ഉണ്ടമ്മ. അപ്പം നമ്മൾ തൊപ്പി വേണം കുഞ്ഞെ, വന്ന വാട തണുപ്പ്. അത് എന്തായാലും തൊപ്പി വെച്ച് പറ്റുള്ളൂ. നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ്പോർട്ട് വേണം, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, പിന്നെ വീടിൻ്റെ ഫെഡ്രാഗ് വേണം, അതായത് അപ്പാർട്ട്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റ്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സർവീസ്, അതായത് വീട്ടുടമസ്ഥൻ്റെ ഒരു പേപ്പർ വേണം. അവരുടെ ഒരു എന്താ പറയുക, അവരെ അനുവദിക്കുന്നു, ഇന്ന ആളുകളെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കുന്നുള്ളൊരു പേപ്പറാണ്. അതും കൂടെ വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റാത്ത് ഹൗസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്. കുക്കുവിനെ ഇവിടെ രജിസ്റ്റർ ചെയ്തു ലൂക്കു. അങ്ങനെ ഞങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തു. ഇവനിപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും പിന്നെ എന്തായിരുന്നു വേണ്ടി ചോദിച്ചാൽ അവൻ്റെ പാസ്പോർട്ട് മാത്രം, അതായത് നമ്മുടെ വിസ അടിച്ച പാസ്പോർട്ടും അത് 2 കൊടുത്താൽ മതിയായിരുന്നു. കാരണം ഓൾറെഡി ഞാനിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പിന്നെ മിലൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് അതായത് അപ്പാർട്ട്മെൻറ്റിൻ്റെ എഗ്രിമെൻ്റ് ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. അത് ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട്. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ റോസ് മാനിലോട്ടാണ്. ഇവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട്. കാരണം ഒന്നും മേടിച്ച് വെക്കാതെയാണ് ഞാൻ പോയത്. വെജിറ്റബിളും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കണം. ഓക്കെ, കുക്കുവാണ് എല്ലാം പിടിക്കണേന്ന്. കുക്കു ഞാൻ ഒന്നിനും സമ്മതിക്കുന്നില്ല.
കണ്ടിന്യൂസ്ലി 12 ഡേയ്സ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് പിള്ളേർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊന്നും വാങ്ങിച്ചു വെക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ നമുക്ക് ഷോപ്സ് എല്ലാം അടുത്ത് തന്നെയാണ് കേട്ടോ. 2 മിനിറ്റ് 3 മിനിറ്റ് നടക്കാനുള്ള ചുറ്റളവിലാണ് എല്ലാ ഷോപ്പും വരുന്നത്. ചെറിയൊരു ടൗൺ ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ വില്ലേജ് പോലെ ഭയങ്കര കാം ആൻഡ് കൂൾ പ്ലേസ് ആണ് കേട്ടോ. അതെനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ ടൗണും കടകളും എല്ലാം ഉണ്ടെങ്കിലും ഭയങ്കര കാമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ പിള്ളേർക്ക് സ്കൂള്, അതായത് ചെറിയ ആൾക്ക് ഒരു 250-300 മീറ്ററിൻ്റെ ഉള്ളിലാണ് സ്കൂൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ പോകാൻ പോകുന്നത് ഗ്രൗണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് വഴിയെ പറയാം. അപ്പം അവർക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ റോസ്മാനിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത് പോകുന്നത് നമ്മൾ ആൽഡിയിലോട്ടാണ്. ആൽഡി എഡേക്ക എന്ന് പറയുന്ന 2 സൂപ്പർ മാർക്കറ്റിൽ എപ്പോഴും അടുത്തായിരിക്കും കേട്ടോ. ആൽഡി നമുക്ക് കുറച്ച് റീസണബിളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. എഡേക്ക കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എനിക്കങ്ങനെ ഇങ്ങനെ എല്ലാത്തിലും ഒന്നും തോന്നിയിട്ടില്ല. ചില കാര്യങ്ങളിൽ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ട് താനും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന ആൽഡിയിലാണ്. ആൽഡിയിൽ പോയിട്ട് ഇവർക്ക് അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളും. ഇനിയിപ്പം ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു 6-7 ദിവസത്തേനും കണ്ടിന്യൂസ്ലി ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈസ്റ്ററിൻ്റെ സമയത്തൊക്കെ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു, ഫ്രൂട്ട്സൊക്കെ. പിന്നെ നമുക്ക് ഷോപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസത്തേനൊക്കെ അവധിയായിരിക്കും. അപ്പം നമുക്ക് ഓടിയൊന്നും വാങ്ങിക്കാനും പറ്റില്ല. പിന്നെ ഞാൻ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് വെക്കാതാണ് പോയത്. 15 ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് സാധനങ്ങളൊക്കെ നാശമായി പോയാലെന്ന് ഓർത്തിട്ട് വെജിറ്റബിളും കാര്യങ്ങളും ഒന്നും വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും നാളും തന്നെ ആയിരുന്നുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളും മേടിക്കും വേണ്ട. വല്ലപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ 1 കിലോ കട്ടോഫിലൊക്കെ, അതായത് ഉരുളക്കിഴങ്ങൊക്കെ മേടിച്ച് വെച്ചാൽ 1 മാസത്തിന് മേലെ ഇരിക്കും കേട്ടോ. നമുക്ക് ബാച്ചിലർ ലൈഫ് ആകുമ്പം എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ കഴിച്ചു കൂടി പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി എൻ്റെ എല്ലാ റൊട്ടീനും മാറാൻ പോവാണ്. എനിക്കിനി ശരിക്കും ഒരു പ്ലാൻ ഉണ്ടാക്കണം അവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടും. അതാണ് ഇനി വലിയൊരു എനിക്ക് വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. പിള്ളേരെ ആ ഭാഗത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ്. ഇപ്പോൾ കുക്കു ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ, അവിടുന്ന് അവനെ വലിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നില്ലേ അതുപോലെയാണ് അവന് ചോക്ലേറ്റ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൊടുക്കാനും പറ്റില്ല. പെട്ടെന്ന് വന്നതല്ലേ, ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, കഫക്കെട്ടൊക്കെ പെട്ടെന്ന് വരും അധികം ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ സിംഗിൾ പാരൻ്റ് ആയിട്ടല്ലേ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും, ലീവ് എടുപ്പും എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും. അത് കാരണമാണ് അധികം ചോക്ലേറ്റ് ഒന്നും അവന് വാങ്ങിച്ചു കൊടുക്കാത്ത കേട്ടോ. ഇനിയിപ്പോൾ പതുക്കെ കാലാവസ്ഥയൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മളെല്ലാം ഓക്കെ ആയി നോർമൽ ലൈഫിലോട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഒരാശ്വാസം എന്താണെന്ന് വെച്ചാൽ നല്ല വിൻ്ററിലല്ലല്ലോ വന്നത്. ഇപ്പം അത്യാവശ്യം ചൂടും വെട്ടവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പിന്നെ ഇവർക്ക് വരുന്ന ഏറ്റവും വലിയ ബാരിയർ എന്ന് പറഞ്ഞാൽ ഇനി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഒഫീഷ്യലി 2 പേരും ലാംഗ്വേജ് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ചെറിയ ആളെ ഞാൻ ഓൾറെഡി സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. 29th ഏപ്രിലാണ് അവർക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓൾറെഡി അക്കാഡമിക് ഇയർ ഇവിടെ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവന് ഏകദേശം പകുതി വെച്ചാണ് ജോയിൻ ചെയ്യുന്നത്. മോൻ നാട്ടിൽ 2ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അവിടുത്തെ അഡ്മിഷൻ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് 2nd സ്റ്റാൻഡേർഡ് ക്ലോസ് ചെയ്ത് തീർന്ന സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്, TC മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ നമ്മൾ 3rd സ്റ്റാൻഡേർഡിലോട്ട് ആണ് ഇരുത്താൻ പോകുന്നത്. ആദ്യം ഈ കുറച്ച് ദിവസം, അതായത് അടുത്ത അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ വരെ 3rd സ്റ്റാൻഡേർഡിൽ ഇരുത്തിയിട്ട് പിന്നെയും 3rd സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരിക്കും കേട്ടോ പോകുന്നത്. കാരണം ഇവന് ലാംഗ്വേജ് പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. കൂട്ടത്തിലുള്ളത് അധികം ഇൻ്റർനാഷണൽ പിള്ളേരൊന്നും ഇല്ല. എങ്കിൽ പോലും ഇവരെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ നമ്മൾ ഡയറക്റ്റ് വിട്ടിട്ട് അവർ സംസാരിക്കുന്ന ഫുള്ളിൽ ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും. അവരെ പഠിപ്പിക്കുന്നതും ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇംഗ്ലീഷോ ഒന്നും ഉണ്ടാവില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ചെറിയ രീതിയിൽ ഒന്നും മനസ്സിലാകാത്ത വരുമ്പോൾ, ബുദ്ധിമുട്ടായി വരുമ്പോൾ അവരൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അല്ലാണ്ട് അവർ ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ് പഠിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. അവന് ചെറിയ കുട്ടിയല്ലേ. മൂത്തയാൾ 16 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും 8 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്, 8 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ
മൂത്തയാൾ കുറച്ചും കൂടെ മെച്യൂർഡായിട്ട് കാര്യങ്ങൾ ചെയ്യും. അവനെ പെട്ടെന്ന് ലാംഗ്വേജ് പഠിപ്പിച്ച് എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് മൂത്തയാൾ വീട്ടിലുണ്ടെങ്കിൽ ഇവനെ സ്കൂളിൽ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ട് വരാനും അത്യാവശ്യം ഷോപ്പിങ്ങിന് പോകാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ പഠിപ്പിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജാണ് വലിയ ബാരിയറായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ഒരാഴ്ചയോടെ കഴിഞ്ഞിട്ട് സെറ്റാക്കിയിട്ട് ലാംഗ്വേജ് ഒഫീഷ്യലി പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം വീട്ടിൽ നിന്ന് അവരെ ഞാൻ തന്നെ പഠിപ്പിച്ച് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി മൂത്തയാൾക്ക് ഇവിടെ ആബൻ റിയാൽ ഷൂൾ എന്ന് പറഞ്ഞ ഒരു ഷൂളിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ പോയി ലാംഗ്വേജ് പഠിച്ചിട്ട് പിന്നെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് അവന് താല്പര്യമുള്ള ഹൗസ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ വൈറ്റർ സ്റ്റഡീസോ എന്തെങ്കിലും നോക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ഷോപ്പിംഗ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ലഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 4 മണിയൊക്കെ ആയപ്പോഴാണ് കഴിച്ചത്. പിന്നെ ഇവർക്ക് പെട്ടെന്ന് വന്നപ്പോൾ നമ്മുടെ ഈ ജർമ്മൻ ഫുഡോ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. എന്നാലും ഇവിടുത്തെ സ്റ്റൈലിൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമെന്നുള്ള ഉറപ്പില്ല. മൂത്തയാൾ കഴിച്ചോളും കേട്ടോ. അവന് ഇച്ചിരി മതി എന്തായാലും കഴിക്കും. പക്ഷെ ചെറിയ ആൾക്ക് അങ്ങനെ പറ്റത്തില്ല. അവന് ഇറച്ചി കൂട്ടത്തില്ല, എല്ലാ മീനും കൂട്ടത്തില്ല, മുട്ട കഴിക്കത്തില്ല, പാല് കുടിക്കത്തില്ല, ചായ കുടിക്കത്തില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന് പിന്നെ നമ്മുടെ നാടൻ ചോറോ മോരുകറിയോ നല്ല കഷ്ണമീൻ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കഴിക്കും. അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ കുറച്ച് ചാറ്, പയറുതോരൻ, അങ്ങനെ ഭയങ്കര നോക്കിയിട്ടൊക്കെയാണ് ആൾ കഴിക്കുക. അല്ലാണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേക്കറി എല്ലാം കഴിക്കും. പിള്ളേരുടെ എല്ലാം മെയിൻ ഇഷ്ടം അതാണല്ലോ, ബേക്കറി സ്വീറ്റ്സ്, അതൊക്കെ കഴിക്കും. പിന്നെ ഇവിടെ ഞാൻ വന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. കാരണം പെട്ടെന്ന് നമുക്ക് എല്ലാം കൂടെ മാറ്റി ഇവരുടെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ ചക്ക വറുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരാകുമ്പോൾ അവർക്ക് കയറി ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, വൈകുന്നേരത്തെ സ്നാക്സ്, അങ്ങനെ ഡിന്നർ എല്ലാം കൂടെ കുക്ക് ചെയ്യാനുള്ള ടൈമില്ല ജോലിക്ക് പോയി കഴിയുമ്പം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേനെ അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കഴിക്കാനുള്ള സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ വന്നപ്പോൾ തലേദിവസം നമ്മൾ ഫുഡ് ഐറ്റംസ് കുറച്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എണ്ണയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് വെച്ചു കേട്ടോ. ബാക്കി ഡ്രസ്സും കാര്യങ്ങളും ബേക്കറി ഐറ്റംസും എല്ലാം ഇതിനകത്ത് ഇരിക്കുകയാണ്. നമ്മൾ ലിഡിൽ പോയപ്പോൾ ഇങ്ങനെ 2 ബോക്സ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇവർക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഇവർക്കുള്ള എന്താ പറയുക ഷ്രാങ്ക്, അതായത് കബോർഡുകളും അലമാരയൊക്കെ വാങ്ങിക്കണം. ഞാൻ എൻ്റെ റൂമിലോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇവർക്കുള്ള സ്റ്റഡി ടേബിളും അങ്ങനെ കുറച്ച് ഫർണിച്ചേഴ്സും കൂടെ നമ്മൾ വാങ്ങിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എന്താ പറയുക ശരിക്കും ഒന്നും എടുത്തു വെച്ചിട്ടില്ല. എടുത്തു വെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഒരു ദിവസം കഴിഞ്ഞ് എനിക്ക് മറ്റന്നാൾ ഡ്യൂട്ടിക്ക് കയറണം. പിന്നെ അങ്ങ് നീണ്ടുപോകും, എല്ലാം കൂടി ഇരുന്നിട്ട് ഇതാവും. അപ്പോൾ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. വേണേ നമുക്ക് അതിന് ശേഷം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ ഓരോന്നോരോ സെക്ഷനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടത്തുമില്ല, അമ്മയ്ക്ക് സമയം കിട്ടില്ല, ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം. കഴിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ബോക്സിലോട്ടാക്കാം. ഇതിൽ പോയപ്പോൾ വാങ്ങിച്ച ബോക്സാണ്. ഇതിനകത്തോട്ട് ഇവരുടെ ബേക്കറി സാധനങ്ങൾ, ഇവർക്ക് കഴിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മാറ്റുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ചക്കവറുത്ത് കൊണ്ടുവന്ന കേട്ടോ. കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ചക്കവറുത്ത്. അല്ല ഇതൊക്കെ അടുക്കളയിലോട്ട് വെക്കാനല്ലേ? ബേക്കറി വെക്കാം. ഒരു മിനിറ്റ്. ഇതോ അവിൽ മിൽക്ക്. ഇനിയിപ്പം പിള്ളേരുടെ കാര്യത്തിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇവിടുത്തെ ജീവിത രീതി, കൾച്ചറും എല്ലാം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഇവിടുത്തെ ജീവിത രീതി എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു കടയിൽ പോകുമ്പോഴും മറ്റുള്ളവരെ കാണുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും അങ്ങനെ പല കാര്യങ്ങളിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെ കൾച്ചറിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ കൾച്ചർ കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഒരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അവരെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തത്തേ ഉള്ളൂ. നമ്മളെ ഒരു എന്താ പറയുക വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവിയില്ലേ അതുപോലെ ട്രീറ്റ് ചെയ്യത്തുള്ളൂ. ഇവിടെ റേസിസം എന്ന് പറയുന്നത്
വലിയ കുഴപ്പമില്ലാതെ പല സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. എന്നാൽ എല്ലാവരുടെ ഇടയിലും എല്ലാ സ്ഥലത്തും ഇല്ലതാനും കേട്ടോ. എത്രയോ നല്ല ആൾക്കാരുണ്ട്. അതിപ്പോൾ എവിടെ പോയാലും ഉണ്ടാവും. നമ്മുടെ നാട്ടിലാണെങ്കിലും വേറൊരു രാജ്യത്ത് നിന്ന് വന്നു കഴിയുമ്പം നമ്മളെല്ലാവരും എപ്പോഴും ഒരുപോലെ ട്രീറ്റ് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് വിഷമഘട്ടങ്ങൾ എന്തായാലും ഉണ്ടാവും. നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവാം, നമുക്ക് അവഗണനകൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലൊക്കെയും അതൊന്നും കുഴപ്പമില്ല എന്ന് പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കലാണ് ശരിക്കും ഒരു കാര്യം എന്ന് പറഞ്ഞത്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് എന്ത് വന്നാലും നമ്മൾ പെട്ടെന്ന് അങ്ങ് നേരിടും, നമ്മളത് ഈസി ആയിട്ട് വിടും. പക്ഷേ പിള്ളേരുടെ കാര്യത്തിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടെൻഷനല്ലേ. അവർക്ക് ഏറ്റവും നല്ലത് കിട്ടണം, ബെസ്റ്റായിട്ട് കിട്ടണം, അവർ സന്തോഷമായിട്ടിരിക്കണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇത്രയും നാളും അവരെ വിട്ട് മാറി നിന്നിട്ടേ ഒന്നാമത് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവർക്കൊരു പനി നാട്ടിൽ വരുമ്പോഴത്തേനും അങ്ങനെ എനിക്ക് ഇവിടെ എനിക്ക് അത്രയും ടെൻഷനാണ്. അപ്പം എന്നാന്നറിയത്തില്ല, അമ്മമാരുടെ ആയാലും അല്ലെങ്കിൽ പേരൻസിൻ്റെ ആയാലും ഒരു കൺസേൺ ആണ് പിള്ളേരുടെ കാര്യത്തിൽ, ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അവരുടെ ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകണം, കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകണം, നല്ല സ്കൂള് കിട്ടണം, അങ്ങനെ പഠിച്ച് വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കണം, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇവിടുത്തെ കൾച്ചറും കാലാവസ്ഥയും എല്ലാം അവർക്ക് ഓക്കെ ആയി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. അതെല്ലാം റെഡിയാവും, പതുക്കെ സമയമെടുക്കും, പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസിലായിരിക്കട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ നമ്മൾ ഏകദേശം തീർത്തു കേട്ടോ. ക്ലീൻ ചെയ്ത് കുളിച്ചിന് ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചാൽ മതി. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് ലഞ്ച് അവർക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തിന് ഇവിടുത്തെ ഫുഡ് ഫ്രഞ്ച് ഫ്രൈസോ അല്ലെങ്കിൽ ടോസ്റ്റഡ് ബ്രെഡോ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാണ് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അതിനുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് കഴി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ ഫാമിലി ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ കാണാൻ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി റിയൂണിൻ്റെ വിസ പ്രൊസീജിയേഴ്സ് എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. അപ്പം ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞ പോലെ ഇനി എൻ്റെ ലൈഫിൽ കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വരുത്താനുണ്ട്. ഇത്രയും നാളും ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് എനിക്ക് പെട്ടെന്നൊരു ഓർഡർ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയൊരു കറക്റ്റ് റൊട്ടീൻ ആക്കണം, ഫുഡിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ പിള്ളേർ ബുദ്ധിമുട്ടിലാവും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡറാക്കി വരണം. പിന്നെ ഡ്യൂട്ടിക്ക് പോകണം. കാരണം ഞാൻ ഫുൾ സൈറ്റാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ മന്ത്ലി ഫുൾ ടൈം ജോലിയാണ് ചെയ്യുന്നത്. നല്ല വിശപ്പ് കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓഫ് വീഡിയോ സേ cheers.